ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രെഡ് ചിക്കൻ ഫിംഗറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷാമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ. എന്നിട്ട് ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കല്ലേ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. ഓൾ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 2 ഉരുളക്കിഴങ്ങ്, മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ഒരു 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ടോ അല്ലാതെയോ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്തിരിക്കുകയാണ്. ആ ഉടച്ചെടുത്ത ആ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങിനോടൊപ്പം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. മീഡിയം സൈസിൽ തന്നെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞേക്കണം കേട്ടോ. നല്ല ചെറുതായിട്ടൊന്ന് അരിഞ്ഞേക്കണം. ആ ഒരു രീതിക്ക് അരിഞ്ഞെടുത്ത സവാളയും കൂടി ചേർക്കുകയാണ്. ഇത് രണ്ടും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വേവിച്ചെടുത്ത ചിക്കൻ കൂടിയാണ്. 150 ഗ്രാം അളവിലാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് എല്ലില്ലാത്ത കഷ്ണം വേണം നമുക്ക് വേണ്ടത്. അത് കുക്കറിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ഒരു അല്പം വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്തിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം പിന്നീട് നമുക്ക് ആ ചിക്കൻ പീസ് ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ വേവിച്ചെടുത്ത ചിക്കനാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചിക്കനാണ്. ഈ ചിക്കന് പകരം നമുക്ക് ബീഫ് ആണെന്നുണ്ടെങ്കിൽ ബീഫും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ബീഫാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിലും ഇതേപോലെ തന്നെ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ട് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. സെയിം പ്രോസസ്സ് തന്നെയാണ്. ഇതിനോടൊപ്പം ഇനി വേണ്ടത് ഒരു പച്ചമുളക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ്. ഒരല്പം മാത്രം മല്ലിയിലയും പുതിനയിലയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം മസാലയാണ് ആവശ്യമായിട്ടുള്ളത്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുകയാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതും കൂടി ചേർക്കാം. നേരത്തെ നമ്മുടെ ഈ ചിക്കൻ വേവിച്ചെടുത്തിരുന്ന സമയത്ത് തന്നെ ആ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിനും ആവശ്യമായിട്ടുള്ള ഒരല്പം മാത്രം ഉപ്പും കൂടി ചേർക്കാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. കൈ വെച്ചിട്ടോ ഒരു സ്പാച്ചില വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഞാനിതൊന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിങ്ങനെ റോൾ ചെയ്ത് എടുക്കാനും പാകത്തിനായിരിക്കും നമ്മുടെ ഈ മിക്സ് ഉണ്ടാവുന്നത്. നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് യോജിപ്പിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഞാനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെറിയൊരു ബാറ്ററും തയ്യാറാക്കിയെടുക്കാം. ബാറ്റർ തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു 1/2 കപ്പ് അളവിൽ മൈദാമാവും നമുക്കൊരു ബൗളിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സും കൂടി. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സ് വളരെ കുറഞ്ഞ അളവിൽ മാത്രം, ഒരു 2 പിഞ്ച് അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. മാവിനും കൂടി ഒരു അല്പം എരിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് അളവിൽ മാത്രം ഉപ്പും കൂടി ചേർക്കാം. ആവശ്യത്തിനും കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരുപാട് കട്ടിയായിട്ട് ആകേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു ലൂസായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ കട്ടയില്ലാതെ ഒന്ന് ഫസ്റ്റ് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരല്പം കൂടി വെള്ളം നമുക്കിതിലേക്ക് ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം തന്നെ കട്ടിയായിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഈ ഒരു കട്ടിക്കാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ബാറ്റർ. ഒരുപാട് കട്ടിയാകേണ്ട, അതുപോലെ തന്നെ ഒരുപാട് ലൂസാകാൻ വേണ്ട കേട്ടോ. ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബ്രെഡ് സ്ലൈസ് ഒന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഒന്ന് വലിപ്പം കൂടിയിട്ടുള്ളതാണ്. സാൻഡ്വിച്ചിൻ്റെ ബ്രെഡാണ്. അതല്ല സാധാരണ നോർമൽ ബ്രെഡാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ആ സൈസിനൊരു വ്യത്യാസം വരും, അത്രയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ ഈ ഒരു വലിപ്പത്തിന് ഒരു ബ്രെഡ് എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഇതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ബ്രെഡിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കാവുന്നതാണ്. നമുക്ക് എത്രത്തോളം കട്ടിക്ക് വേണമോ അതിനനുസരിച്ചിട്ട് ഫില്ലിങ് വെക്കാവുന്നതാണ്. കുറച്ച് തിന്നായിട്ടുള്ള ലെയർ മതിയെങ്കിൽ ആ ഒരു രീതിക്ക് വെക്കാം. ഞാനിപ്പോൾ ഇതുപോലെയാണ് ഇത് വന്ന് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് കേട്ടോ ഇതിന് മുകളിലേക്ക് ഫില്ലിങ് വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടിയ അളവിൽ നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിലേക്ക് നന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്കായിട്ട് ഇങ്ങനെ ഇരിക്കുള്ളൂ. അതിൻ്റെ പേരിൽ നന്നായിട്ട് ഇനി ഒന്ന് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേക്കണം. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്.
ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്കാണ് ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ നിന്നും തീരെ ചെറിയ സൈസായിട്ട് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതി കട്ട് ചെയ്യാം. കുറച്ചും കൂടി വലിപ്പത്തിന് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിനാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് നേരെ വേണ്ടത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മൈദ ബാറ്ററിലേക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഈ ഒരു രീതിക്ക് എല്ലാം നമുക്ക് ഒന്ന് റോൾ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മിക്സിൽ നിന്നും ഈ ഒരു അളവിലാണ് കേട്ടോ നമ്മുടെ ഈ സ്നാക്ക് ഇത്രയും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അതായത് ഫ്രീസറിൽ നല്ലൊരു സിപ്ലോ കവറിലാക്കിയിട്ട് നമുക്ക് 2-3 വീക്സ് വരെ ഫ്രീസറിൽ വെക്കാവുന്നതാണ്. എപ്പോഴൊക്കെ നമുക്ക് ഫ്രൈ ചെയ്യണമോ ആ ഒരു സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലോ നമുക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. എണ്ണ നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് ഇട്ടെടുക്കാവുന്നതാണ്. ഫ്ലെയിം എല്ലാ സമയത്തും ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഇതിൻ്റെ പുറം ഭാഗം മാത്രം ലൈറ്റായിട്ടൊന്ന് കളറ് മാറുമ്പോഴത്തേക്കും നമുക്കിത് എടുക്കാവുന്നതാണ്. കാരണം നമ്മൾ ഇതിലേക്ക് ഇട്ടിരിക്കുന്ന എല്ലാം ഒന്ന് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് സമയമായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ഒരുപാട് ഫ്ലെയിം കുറച്ച് വെക്കാൻ വേണ്ടി നിൽക്കേണ്ട കേട്ടോ. അതായത് ഇതുപോലെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഇതിൻ്റെ കളറ് ലൈറ്റായിട്ടൊന്ന് മാറുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് വേണം കേട്ടോ നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ബ്രെഡ് ആയതിൻ്റെ പേരിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ പുറം ഭാഗം നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടും. എല്ലാ സമയത്തും ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനിയും കുറച്ച് സമയം കൂടിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ചും കൂടി ക്രിസ്പിനെസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ ഒരു സമയം തന്നെ ഇത് എടുക്കുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സ്നാക്കാണ് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലത് ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.